കാരുണ്യത്തിൽ അധിഷ്ഠിതം. കാരുണ്യം എന്ന് പറയുമ്പോ ആരും തെറ്റിദ്ധരിച്ചു കൂടാത്തതാണ്. എപ്പോഴും ഏത് തിന്മക്കെതിരെയും കാരുണ്യമാണ്. കാരുണ്യമെന്ന് നമ്മൾ കരുതി വെക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അല്ല, തിന്മ കാണുമ്പോ അതിനെ കൈകൊണ്ട് നേരിടാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് നേരിടണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകൊണ്ട് നേരിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് നേരിടണമെന്ന് അതാണ് റസൂലുള്ളാഹിന്റെ പറഞ്ഞത്. അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ തിന്മക്കെതിരെ നിലനിൽക്കുക എന്നുള്ള ഒരു ദൗത്യ നിർവഹണം മനുഷ്യരോടുള്ള കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു വിശഗ്വരൻ രോഗിയുടെ ശരീരത്തെ കീറി മുറിക്കുന്നത്, അയാളുടെ ശരീരത്തിൽ പ്രശ്നമുള്ള ഭാഗങ്ങളെ വെട്ടിക്കളയുന്നത്, അവിടെയുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നത്, ഇതെല്ലാം രോഗിയോടുള്ള കാരുണ്യത്താലാണ്. കാരുണ്യം എന്ന് പറയുമ്പോ ഡോക്ടർ എന്നുള്ള നിലക്ക് ആയുധമെടുക്കാതിരിക്കലാണ്, തന്റെ ദൗത്യ നിർവഹണത്തിന് സന്നദ്ധമാകാതിരിക്കലാണ് കാരുണ്യം എന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. രോഗിയുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാതിരിക്കുന്നതാണ് കാരുണ്യമെന്ന് ധരിച്ചുകൂടാ. ഒരു പ്രവാചകന് മനുഷ്യ സമൂഹത്തെ കാരുണ്യത്തിന്റെ ദർശനം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സർവലോക രക്ഷിതാവായ തമ്പുരാൻ, അർ റഹ്മാനായ തമ്പുരാൻ, അവൻ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഈ ആദർശം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ആദർശത്തിന്റെ സ്വാഭാവികമായ പരിണിതിയാണ് നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നത്. പടച്ചവൻ കാരുണ്യമാണ്. പടച്ചവനിൽ നിന്ന് കാരുണ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് അർ റഹ്മാൻ എന്ന ദൈവിക ഗുണത്തിനർത്ഥം. പടച്ചവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന പേരാണ് അർ റഹ്മാൻ എന്ന പേര്. പരമകാരുണികൻ എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത്. കാരുണ്യമല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നുണ്ടാകുന്നില്ല എന്നാണ് ആ പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അവനിൽ നിന്നുണ്ടാകുന്നതെല്ലാം കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് അവന്റെ നീതി. തിന്മ ചെയ്തവർക്കെതിരെ അവൻ നടപ്പാക്കുന്ന നീതി, തെറ്റ് ചെയ്തവർക്കെതിരെ അവൻ നടപ്പാക്കുന്ന നീതി, അത് ഈ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ്. റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയാണ്. നീതിയെ സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന പ്രവാചകനെന്ന് വേദഗ്രന്ഥങ്ങളെല്ലാം പ്രഖ്യാപിച്ച പ്രവാചകന്റെ നിയോഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകൻ നീതിയുടെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ നീതി എങ്ങനെ നടപ്പാക്കണമെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ആ നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ ലോകത്തിനെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. സമൂഹത്തിന് അത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്.